അത്ഭുത സിദ്ധികളുള്ള ഗുരുവിനെ തേടി നടക്കുകയായിരുന്ന അയാൾ ഒരു ആശ്രമത്തിലെത്തി. അവിടുത്തെ ഗുരുവിനോട് തന്നെയും ശിഷ്യനാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അയാളുടെ അനുസരണശീലം പരീക്ഷിക്കാൻ ഗുരു തീരുമാനിച്ചു. മുതലകൾ നിറഞ്ഞ നദി മുറിച്ചു കടന്ന് അക്കരെ എത്തിയാൽ ശിഷ്യനാക്കാമെന്നതായിരുന്നു ഗുരുവിന്റെ വ്യവസ്ഥ. ഗുരു രക്ഷിക്കട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ അയാൾ അക്കരെ എത്തി. തനിക്ക് ഇത്രയും ശക്തിയുണ്ടല്ലോ എന്ന് ഗുരുവൻ ചിന്തിച്ചു. ഞാനാണ് രക്ഷകനെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നദിയിലേക്ക് ഇറങ്ങി. മുതലകൾ അദ്ദേഹത്തെ വിഴുങ്ങി. താൻ ആരുമല്ല എന്ന തിരിച്ചറിവുള്ളവരാണ് ഗുരുവായി രൂപാന്തരം പ്രാപിക്കുന്നത്. സ്വാർത്ഥതയുടെയും അഹംബോധത്തിന്റെയും എല്ലാ കുപ്പായങ്ങളും അഴിച്ചുവെക്കുന്നവർക്കാണ് വഴികാട്ടിയുടെ വസ്ത്രം യോജിക്കുന്നത്. ഇരുളകറ്റാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം. പുറമെ നിന്നുള്ള ഒന്നിനും അതിനെ മറയ്ക്കാനോ അണയ്ക്കാനോ കഴിയരുത്. ചെറുകാറ്റടിക്കുമ്പോൾ അണഞ്ഞു പോകുന്ന കൈവിളക്കിനെ ആശ്രയിക്കാൻ ആരുമുണ്ടാകില്ല. സ്വയം പ്രകാശിക്കാൻ ശേഷിയില്ലാത്തവയെല്ലാം കുറച്ചു കഴിയുമ്പോൾ തനിയെ അണയും. വിശ്വാസം അർപ്പിച്ചുള്ള പരിശ്രമങ്ങളുടെ ഫലം പ്രവചനാതീതമായിരിക്കും. പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടാവുക എന്നത് പുണ്യമാണ്. ശരിയായ ഗുരുവുള്ളവർക്ക് തെറ്റായ വഴികളില്ല. നിബന്ധനകൾക്ക് വിധേയമല്ലാത്ത സംശയാതീതമായ അനുസരണം മാത്രമേ അതിനുണ്ടാകൂ. വിളിക്കുന്നവന്റെ വിശ്വാസമാകും വിളി കേൾക്കുന്നവന്റെ ഊർജം. തന്നെ ആശ്രയിക്കുന്നവന്റെ കൂടെ നിൽക്കാതിരിക്കാൻ മനുഷ്യനോ ഈശ്വരനോ സാധ്യമല്ല.